KSNDC സുവർണ ജൂബിലി സാംസ്കാരികോത്സവം മാർച്ച് 4-ന് കൈങ്ങക്കുഴിയിൽ പ്രത്യേക സജ്ജമാക്കിയ പി ജയചന്ദ്രൻ നഗറിൽ നടക്കും. പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സാംസ്കാരികോത്സവം ഉദ്ഘാടനം നിർവഹിക്കും. സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് KSNDC എന്ന ചുരുക്കപ്പേരിലാണ് നമ്മുടെ സംഘടനയെ അറിയപ്പെടുന്നത്. 1975 രൂപീകരിച്ച KSNDC അതിൻ്റെ വിജയകരമായ 50 വർഷം പൂർത്തീകരിച്ച് 50ാം വാർഷികം ഈ 2025 വർഷം ആഘോഷിക്കുകയാണ്. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഈ മാസം 4-ാം തീയതി മാർച്ച് 4-ാം തീയതി വൈകുന്നേരം 6:30 കരിങ്കൽക്കുഴിയിൽ പി ജയചന്ദ്രൻ നഗറിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും മുതിർന്ന സംഗീത സംവിധായകൻ, അതുപോലെ തന്നെ ഗായകൻ, എല്ലാ മേഖലയിലും പ്രതിഭ തെളിയിച്ച വിദ്യാധരൻ മാസ്റ്ററാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP, യുവജന ക്ഷേമ ബോർഡ് അംഗം VK സനോജ്, ശ്രീകണ്ഠാപുരം നഗരസഭയുടെ അധ്യക്ഷ ഡോക്ടർ KV ഫിലോമിന എന്നിവർ ആ ചടങ്ങിൽ മുഖ്യാതിഥിയാണ്. ആ ചടങ്ങിൽ വെച്ച് പൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP അബ്ദുൽ മജീദും ആ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ക്ലബ്ബ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് നമ്മുടെ ഈ ആഘോഷ പരിപാടികൾ അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. ആ ഉദ്ഘാടന പരിപാടിയോട് അനുബന്ധിച്ച് ഉത്തര കേരള ഗാനോത്സവം ലൈവ് റിയാലിറ്റി ഷോ, ഏതാണ്ട് 100-100ഓളം പാട്ടുകാരിൽ നിന്ന് പാട്ട് എൻട്രി സ്വീകരിച്ച് ഫീമെയിലും മെയിലും സീനിയർ വിഭാഗത്തിൽ 1-2 സമ്മാനങ്ങൾ നൽകി, ജൂനിയർ വിഭാഗത്തിലും 1-2 സമ്മാനങ്ങൾ നൽകുന്ന ഒരു ലൈവ് റിയാലിറ്റി ഷോ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടിയുടെ തത്സമയ സംപ്രേഷണം കണ്ണൂർ വിഷനാണ്. കണ്ണൂരിലെ പ്രമുഖമായ ഒരു വാഹന വിൽപ്പന കമ്പനിയായ KVR മോട്ടോഴ്സ്, അതുപോലെ തന്നെ KSNDC, കണ്ണൂർ വിഷൻ സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയോടൊപ്പം വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെയും എല്ലാം അനുമോദിക്കുന്നുണ്ട്. ഒരു വലിയ സമീപകാലത്ത് ഈ പ്രദേശത്ത് നടത്തിയ ഒരു വലിയ മ്യൂസിക് റിയാലിറ്റി ഷോ തന്നെയാണ് അതിൻ്റെ സംഘാടനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു നല്ല ജനപങ്കാളിത്തം കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളെ, കഴിവ് തെളിയിച്ച ആളുകളെ അനുമോദിക്കുന്ന ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ സ്വാഗതസംഘത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീനിവാസ മാസ്റ്റർ വിശദീകരിക്കും. സ്വാഗതസംഘത്തിൻ്റെ ഭാരവാഹികളായ KV ശശീന്ദ്രൻ, അതുപോലെ തന്നെ ഗോപിയേട്ടൻ, അതുപോലെ തന്നെ MP നാരായണൻ, പിന്നെ കൃഷ്ണാട്ടൻ എത്തിച്ചേരും. അവരൊക്കെ ഈ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള വിശദാംശങ്ങൾ ശ്രീനിവാസ മാസ്റ്റർ വിശദീകരിക്കും. സച്ചിൻ സുനിൽ ഈ KSNDC എന്നത് തുടക്കത്തിൽ കരിങ്കൽക്കുഴി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് കലാപരവും കായികവുമായിട്ടുള്ള കഴിവുകൾ, യുവാക്കളുടെ കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു കേവല ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങിയതെങ്കിലും വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ 50 വർഷക്കാലത്തിനിടയിൽ KSNDC സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കരിങ്കൽക്കുഴി വനിതാവേദിയുടെ സംഘാടനം. വനിതകളെ സാമൂഹ്യ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ പ്രദേശത്ത് ആദ്യമായി നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണ്. 1990കളിലാണ് ആ ഒരു വനിതാവേദി എന്ന ഒരു സംഘടന രൂപം കൊള്ളുന്നത്. ആ വനിതാവേദികളുടെ നേതൃത്വത്തിൽ 10ഓളം സ്വാശ്രയ സംഘങ്ങൾ, ഇന്ന് കുടുംബശ്രീ എന്ന സംവിധാനം വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പ്രദേശത്ത് ഈ ഒരു സ്വാശ്രയ സംഘങ്ങൾ രൂപം കൊള്ളാനും
ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങാനും എല്ലാം KSNDC മുൻകൈ എടുത്തിരുന്നു. അതുപോലെ KSNDCയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് അമേച്വർ നാടകങ്ങളാണ്. എല്ലാ വർഷവും നാട്ടിലെ ആളുകളെ, കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നാടകങ്ങൾ KSNDC അവതരിപ്പിക്കാറുണ്ട്. ഇതിനകം 40ഓളം നാടകങ്ങൾ KSNDC അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ നാടകങ്ങൾ. അതിൽ ഞാൻ പറഞ്ഞ എണ്ണം വലിയ നാടകങ്ങളാണ്, ഏകാംഗ നാടകങ്ങളും ഒക്കെ ഉണ്ട്. മിക്കവാറും മത്സരങ്ങളിൽ സമ്മാനിതരായിട്ടുണ്ട് KSNDC അവതരിപ്പിക്കുന്ന നാടകങ്ങൾ. അതുപോലെ ദർപ്പണ സ്കൂൾ ഓഫ് ആർട്സ് എന്ന പേരിൽ ഒരു കലാ പരിശീലന കേന്ദ്രം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നൃത്തം, സംഗീതം, ചിത്രം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പ്രദേശത്തെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വേദി എന്ന നിലയിൽ 1994 95 പിന്നെ നെഹ്റു യുവകേന്ദ്രയുടെ ഏറ്റവും മികച്ച യുവജന സംഘടനയ്ക്കുള്ള അവാർഡ് നേടിയിട്ടുള്ളതാണ്. പിന്നീടും ഏറ്റവും നല്ല യുവജന പ്രവർത്തകർ എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടുള്ള എത്രയോ പ്രവർത്തകന്മാർക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. നെഹ്റു യുവകേന്ദ്രയും കേരള സംഗീത നാടക അക്കാദമിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വളരെ വിപുലമായ പ്രവർത്തന മണ്ഡലമാണ് KSNDCക്കുള്ളത്. അതിൽ മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, നമ്മൾ വിഷ്ണു ഭാരതിയൻ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയും കർഷക പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവുമായ വിഷ്ണു ഭാരതിയൻ പല കാരണങ്ങളാൽ അദ്ദേഹം ജനിച്ചു വളർന്ന മണ്ണാണ് ഈ കൊളച്ചേരിയെങ്കിലും പല കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ആ രൂപത്തിൽ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാറില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് വർഷം തോറും വിഷ്ണു ഭാരതിയൻ സ്മാരക പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു വരാറുണ്ട്. അതുപോലെ വിഷ്ണു ഭാരതിയൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഒരു സ്മൃതി മണ്ഡപം, പല അവഗണനകൾ കൊണ്ട് ഒരു സ്മാരകം പോലും അദ്ദേഹത്തിനില്ല. അപ്പോൾ അവിടെ സ്മൃതി മണ്ഡപം പണിയിക്കാനും കഴിഞ്ഞ വർഷമാവട്ടെ അതൊരു ശില്പി സുരേന്ദ്രൻ കൂക്കാനത്തിൻ്റെ നേതൃത്വത്തിലൊരു ശില്പം അവിടെ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ KSNDC ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ജൂബിലി ആഘോഷ പരിപാടികൾ വരുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഇവിടെ ഇതിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് അജയകുമാർ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് വിവിധ മത്സരങ്ങളായിരിക്കും, അതുപോലെ തന്നെ സെമിനാറുകൾ, അതുപോലെ സാഹിത്യ സംഗമങ്ങൾ, യാത്രകൾ, അങ്ങനെ വിവിധ മേഖലകളിൽ ഉള്ള ഇടപെടലുകളാണ്. ഓരോ ഇവൻ്റ് എന്ന നിലയിലല്ല, മറിച്ച് ഓരോ സംരംഭങ്ങൾ തുടക്കം കുറിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ വാർഷികാഘോഷ പരിപാടികൾ ആലോചിക്കുന്നത്. ഈ ഉദ്ഘാടന ദിവസം നമ്മുടെ പ്രദേശത്ത് നിന്ന് ശ്രദ്ധേയരായ വ്യക്തികൾ, ചെറുപ്പക്കാർ, അവരെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പ്രത്യേകിച്ചും സച്ചിൻ സുനിൽ, കേരള ഫുട്ബോൾ ടീം അംഗം, അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഡോക്ടർ ശ്യാംകൃഷ്ണൻ തുടങ്ങിയവർ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആദരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ മറ്റൊരു സവിശേഷത. പ്രദേശത്തെ സാംസ്കാരിക സംഘടനകളുടെ അതുപോലെ ഈ ഉദ്ഘാടനത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, അത് വിദ്യാധരൻ മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം ആ ഉദ്ഘാടനത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി നമ്മുടെ പ്രദേശത്തുള്ള സാംസ്കാരിക കായിക സംഘടനകളുടെ പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ കൂടി ചേർന്നാണ് ഈ ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതാണ്.